ആ ചേട്ടനെ പോകുന്നു. കുറെ നേരമായി. നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോട് സംസാരിക്കാൻ ഒരു മുഖവരിയുടെ ആവശ്യമുണ്ടോ? ഇതിന് ചിലപ്പോ വേണ്ടി വരും. നിന്റെ വിവാഹത്തെ പറ്റിയാണ്. ഓ, അതിന് ഇനി സമയമുണ്ടല്ലോ. ആദ്യം നീ ഒരു കല്യാണം കഴിക്കും. സാധാരണ ചേട്ടന്മാരുടെ കല്യാണം കഴിഞ്ഞ അനിയന്മാർ കല്യാണം കഴിക്കുന്നത്. അതുവരെ കാത്തു നിന്നാല് വിവാഹത്തിന് മുമ്പ് തന്നെ ഇവനൊരു അച്ഛനായെന്ന് വരും. പാവപ്പെട്ടൊരു പെണ്ണിനെയും വഴിവെടുപ്പിച്ചിട്ട് ഒളിച്ചോടി പോന്നേക്കുക അമ്മയുടെ ഓമനപുത്രൻ. എന്തൊക്കെയാടാ കേൾക്കുന്നത്? ചേട്ടനായി പോയത് കൊണ്ട് എന്ത് തോന്നിയാസം പറയാന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരു സത്യമില്ലെന്നാണോ? ഈ ഫോട്ടോ നിനക്ക് പരിചയം. ഈ കയ്യക്ഷരം നിന്റെ അല്ലേ? നീ അവളെ സ്നേഹിക്കുക മാത്രമല്ല, നശിപ്പിക്കുകയും ചെയ്യും. ഞാനാണ് നശിപ്പിച്ചതെന്ന് ചേട്ടനെങ്ങനെ അറിയാം? ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടോ? ചേട്ടന് CID പണിയൊന്നുമില്ലല്ലോ. ഒരു ഫോട്ടോ വെച്ചുകൊണ്ടൊന്നും എന്നെ ഭീഷണിപ്പെടുത്താന്ന് കരുതണ്ട. ഏതാ മോനെ പെങ്കൊച്ച്? അമ്മ കണ്ടിട്ടില്ലേ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മാരാരുടെ മകൾ നന്ദിനിയെ? അവള് ജോലി ചെയ്യുന്ന സ്കൂളിനടുത്താ ഇവനും ജോലി. ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ഇതൊക്കെ സാധാരണമല്ലേ? ചേട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു പല മാർഗമുണ്ടല്ലോ. എടാ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. കണ്ടവരുടെ ഗർഭം ഏറ്റെടുക്കല്ല എന്റെ ജോലി. അതുപോട്ടെ, നന്ദിനിയുടെ കാര്യത്തിൽ ചേട്ടൻ എന്താണ് ഇത്ര താല്പര്യം? എടാ, വീട്ടുകാരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. നന്ദിനി പാവമാ. അവൾ പാവമാണെന്ന് എന്നേക്കാൾ കൂടുതൽ ചേട്ടൻ അറിയാമെങ്കിൽ അവളുടെ ഗർഭത്തിന് ഇത്ര ഞാനായിരിക്കില്ലല്ലോ. അനാവശ്യം പറയണം. ചെറുപ്പം മുതലേ അനുസരണ ഇല്ലാതെ നടന്ന് കണ്ട തോന്നിയാസം എല്ലാം പഠിച്ചു. ജയേന്ദ്രമാസ് നിന്റെ വീട്ടിൽ പോരാറില്ലേ? നിനക്ക് നല്ല കോളായിരിക്കും. നിനക്ക് എന്താണ് അറിയണ്ടേ? മേലിൽ ആവർത്തിച്ചാലുണ്ടല്ലോ. പെൺകുട്ടികളുടെ ശാപം കൊണ്ട് ഈ വീട് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. അമ്മയ്ക്ക് എന്താ വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടന്ന് തമ്മി തല്ലിയാൽ എങ്ങനെയാ? ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ അമ്മയുടെ മൂത്തമാര് പഠിച്ചിട്ടൊന്നുമല്ല. ആ പെങ്കൊച്ച് നല്ല ഐശ്വര്യമുള്ള ഒരു പെണ്ണ. എന്താ സാർ? അപ്രതീക്ഷിതമായ എഴുത്ത് കിട്ടുമ്പോൾ ഞെട്ടരുത്. ഈ വിവാഹത്തിന് എനിക്കിഷ്ടമല്ല, അച്ഛന് പ്രത്യേകിച്ചും. പിന്നെ തല്ലി എന്നെ കൊണ്ട് നന്ദിനി വിവാഹം കഴിപ്പിക്കാമെന്നുള്ള ധാരണ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇനിയെങ്കിലും അത് തിരുത്തുക. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു, ഇത്രമാത്രം. ഒരുക്കങ്ങളൊക്കെ ശരിയായോ ചേച്ചി? ഞാനിപ്പോ വരാം. എന്താ ചേട്ടാ? എന്തു പറ്റി? വേണുവിന് ഈ വിവാഹം ഇഷ്ടമില്ലായിരിക്കുമല്ലേ? മുഹൂർത്തത്തിന് തന്നെ ഈ വിവാഹം നടക്കും. നന്ദിനിയെ ഞാൻ വിവാഹം കഴിക്കും.
എടാ ഇവിടെ കെട്ടി വലിക്കുന്ന അവിടെ വന്നിരിക്കുന്നത് എന്റെ ഈ തറവാടിന്റെ ചെത്തിയ മിറ്റത്ത് ഞാൻ കയറ്റത്തില്ല. ഇറങ്ങണം, ഇറങ്ങി കൊടുക്കും. ഇവള് കാരണം ആ മാരാര് പാവം തളർവാദവും പിടിച്ച് കിടപ്പിലായി. ഇവക്കൊക്കെ നാളുണ്ട് അനിയന്റെ കുഞ്ഞിനെയും ചുമന്നോണ്ട് ചേട്ടന്റെ ഭാര്യയാകാൻ. എന്താ അമ്മിണി? ചേച്ചിയെ കാണുന്നില്ല സാർ. ഏ സാർ, സാർ, സാർ. എന്ത് പറ്റി ഉണ്ണി? നീ ഇന്നലെ എവിടെയായിരുന്നു? വേണുവീട്ടിനെ കാണാൻ പോയിരുന്നു. ശല്യമായല്ലോ. ആരാ കയറി ഇങ്ങനെ മുട്ടുന്നത്? പ്രതീക്ഷിച്ചില്ലായിരിക്കും. എന്താ കാര്യം? എന്നെ മനസ്സിലായില്ലേ? നാടകം കളിക്കാതെ കാര്യം പറയണ കേൾക്ക. നന്ദിനിയുടെ അനിയനാണ് ഞാൻ. എന്തിനാണ് അവ സാർ ഇങ്ങോട്ട് വന്നത്? എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്ന് പോടാ. കാര്യം അറിയാൻ വന്നിരിക്കുന്നു. നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബം തകർന്നു. ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ ചേച്ചി ആത്മഹത്യ ചെയ്യും. ബന്ധപ്പെടുന്നവരെയെല്ലാം വിവാഹം കഴിക്കാൻ ഞാനാരെ ശ്രീകൃഷ്ണനോ? നിന്റെ ചേച്ചി അത്ര വലിയ പതിവ്രതയൊന്നുമല്ല. വല്ലവന്റെയും കൂടെ കടന്നിട്ട് എന്റെ കെട്ടിവെക്കാൻ നോക്കുന്നു. എന്ത് പറഞ്ഞടാ? എന്ത് പറഞ്ഞടാ?